വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗ്ഗപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ ഈ പരിപാടിയിലൂടെ അങ്ങ് സഹായിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട വചനം ആത്മനിറവിൽ ഘോഷിപ്പാനും ആത്മനിറവിൽ അത് കേട്ട് സ്വീകരിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രത്യേകമായി വചനം കേൾക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് ചേർന്ന് ജീവിച്ച് കർത്താവ് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുമ്പോട്ട് പോകാൻ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുനാഥ് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നതെങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തെക്കുറിച്ച് ഉള്ള ഉപമകൾ കർത്താവ് പല തിരുവചനത്തിലൂടെയും നമുക്ക് നൽകിയിരിക്കുന്ന ഉപമകൾ വായിക്കുവാൻ നോക്കണം കഴിയും. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമായി കാണപ്പെടുന്ന ഒരു കല്യാണ വിരുന്നിൻ്റെ ഉപമയിൽ നിന്നാണ് ഇന്ന് തിരുവചനം നാം ധ്യാനിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവ് 22-ാം അധ്യായത്തിൻ്റെ ആദ്യ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു. യേശു പിന്നെയും അവരോട് ഉപമകളായി പറഞ്ഞത്, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ വിരുന്ന് ഒരുക്കിയ ഒരു രാജാവിനോട് സദൃശ്യമാകുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഉപമയാണ് ഇവിടെ കർത്താവ് പ്രസ്താവിക്കുന്നത്. കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ വിരുന്നൊരുക്കിയ ഒരു രാജാവിനോട് സദൃശ്യമാകുന്നു. സ്വർഗരാജ്യത്തിനെ സാദൃശ്യപ്പെടുത്തി കർത്താവ് പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഒരു രാജാവ് ഒരുക്കിയ വിരുന്ന്. നമുക്കറിയാം, രാജാക്കന്മാർ ഏത് രാജ്യത്തിലെയും ഏറ്റവും പ്രധാന വ്യക്തികളാണ്. രാജാക്കന്മാരുടെ വിരുന്നുകളെന്ന് പറയുന്നത് സാധാരണ വിരുന്നുകളല്ല. മാത്രമല്ല, ഈ ഉപമയിൽ കർത്താവ് പറയുകയാണ്, രാജാവ് തൻ്റെ പുത്രന് വേണ്ടി കല്യാണ വിരുന്ന് ഒരുക്കിയ സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊരു രാജാവിൻ്റെ മകൻ, രാജകുമാരൻ്റെ വിവാഹമെന്ന് പറയുമ്പോൾ അത് സാധാരണ വിവാഹമല്ല. ഏറ്റവും മോടിയായി, ഏറ്റവും അനുഗ്രഹപ്രദമായി, ഏറ്റവും സമൃദ്ധിയായ ഭക്ഷണങ്ങൾ ഒരുക്കുന്ന ഒരു വിരുന്നായിരിക്കും രാജകുമാരൻ്റെ കല്യാണ വിരുന്ന്. മാത്രമല്ല, അവിടെ വിളിക്കപ്പെടുന്ന അതിഥികൾ സാധാരണ ആൾക്കാരുമായിരിക്കുകയില്ല. അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധീകരിക്കുന്നവരും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരും അങ്ങനെ സമൂഹത്തിലും ഒക്കെയും വലിയ സ്ഥാനങ്ങളുള്ളവരെയാണ് രാജാവ് ക്ഷണിക്കുന്നത്. സാധാരണ ഒരു വ്യക്തിയെ, രാജ്യത്തിലുള്ള ആരെയും അപ്രകാരമുള്ള കല്യാണ വിരുന്നിൽ ക്ഷണിക്കാറില്ല. അത്രയധികം തയ്യാറെടുപ്പ് നടത്തി ചെയ്യുന്ന ഒരു കാര്യമാകും പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള വിരുന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് ഇത്രയും കർത്താവ് അതിനെക്കുറിച്ച് ഉപമയിലൂടെ പറയുമ്പോൾ ദൈവരാജ്യത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ വിരുന്നൊരുക്കിയ ഒരു രാജാവിനോട് സദൃശ്യമെന്ന് പറയുമ്പോൾ, ഒരു രാജാവ് ഒരുക്കുന്ന വിരുന്നും അതും രാജകുമാരൻ്റെ വിവാഹത്തിനുള്ള വിരുന്നും അതിൽ ക്ഷണിക്കപ്പെടുന്നവരുടെയൊക്കെയും പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാനും അതിന് സദൃശ്യമായിട്ടാണ് സ്വർഗരാജ്യം എന്നും കർത്താവ് പറയുകയാണ്. തുടർന്ന് നാം വായിക്കുകയാണ്, അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവരോ വരുവാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കല്യാണത്തിന് വരുവാൻ ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുവാൻ, അപ്പോൾ ഈ ക്ഷണം നേരത്തെ രാജാവ് നൽകിയിട്ടുണ്ട്. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ആരെയൊക്കെ വിളിക്കണം എന്നൊരു ലിസ്റ്റുണ്ടാക്കി
ആ വിളി അല്ലെങ്കിൽ അപ്രകാരമുള്ള ക്ഷണക്കത്ത് ഈ പ്രധാനപ്പെട്ട വിവാഹത്തിന് വരുവാൻ ഉള്ള ഓരോരുത്തർക്കും നാളുകൾക്ക് മുമ്പേ നൽകിയിട്ടുണ്ട്. അതിനുശേഷം വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയും പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും തൻ്റെ ദാസന്മാരെ അവരുടെ അടുത്തേക്ക് അയക്കുകയാണ്. അതാണ് നമ്മുടെ വായിക്കുന്നവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. തൻ്റെ ദാസന്മാർ അവർ പോകുന്നത് ഈ രാജാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. ദാസന്മാർ എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ പ്രതിനിധികളാണ് ഈ വിളിക്കപ്പെട്ട ആളുകളുടെ ഇടയ്ക്ക് കടന്നുപോയി രാജാവ് ഒരുക്കിയ വിരുന്ന് സജ്ജമാക്കിയിരിക്കുന്നു, നിങ്ങൾ വരുവീൻ എന്നുള്ള ആ വാർത്തയുമായിട്ട് അവിടെ പോകുന്നത്. നമുക്കറിയാം അന്നത്തെ കാലയളവിൽ മറ്റ് യാതൊരു മാധ്യമങ്ങളും അറിയിക്കുവാനില്ല. ഫോണുകളില്ല, മറ്റ് മാധ്യമങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് വ്യക്തികളെ തന്നെ അയച്ച് രാജാവിന് എല്ലായിടത്തും പോകുവാനും സാധ്യമല്ല. തൻ്റെ ദാസന്മാരെ ഓരോ സ്ഥലങ്ങളിലേക്കും അയച്ച് അവരെ വീണ്ടും അറിയിക്കുകയാണ്, എല്ലാം തയ്യാറായിരിക്കുന്നു, നിങ്ങൾ വരിക. തുടർന്ന് നാം അവിടെ വായിക്കുകയാണ്, കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവരോ വരുവാൻ ഇഷ്ടപ്പെട്ടില്ല. ഇപ്രകാരം പ്രാധാന്യമുള്ള ഒരു വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയതിന് ശേഷം ഈ ആളുകളെ ദാസന്മാരെ അയക്കുമ്പോൾ വിളിച്ചവർ, ഇതിനു മുമ്പ് ക്ഷണക്കത്ത് കൊടുത്തിട്ടുള്ളവർ വരുവാൻ അവർക്ക് താല്പര്യം, അവർ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് നാം അവിടെ വായിക്കുന്നത്. തുടർന്ന് നാം വായിക്കുകയാണ്, പിന്നെയും അവൻ മറ്റ് ദാസന്മാരെ അയച്ചു, എൻ്റെ വിരുന്ന് തയ്യാറായിരിക്കുന്നു, എൻ്റെ കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അപ്പോൾ ഒരുപക്ഷെ രാജാവ് ചിന്തിച്ചു കാണും, ഈ പോയ ദാസന്മാരുടെ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ അവർ വിളിക്കേണ്ട രീതിയിൽ വിളിക്കാത്തത് കൊണ്ടോ ആകാം ഈ ക്ഷണിക്കപ്പെട്ടവർ വരാത്തത്, അല്ലെങ്കിൽ അതിന് വിമുഖത കാണിച്ചത് എന്നൊരുപക്ഷെ രാജാവ് ചിന്തിച്ചിട്ട് അവൻ മറ്റ് ദാസന്മാരെ, ഒരുപക്ഷെ അതിലും കാളും പ്രാധാന്യമുള്ള ദാസന്മാരെ ആകാം വീണ്ടും അയക്കുന്നത്. അങ്ങനെ അവരെ വീണ്ടും അയക്കുന്നു. മാത്രമല്ല എല്ലാം തയ്യാറായിരിക്കുന്നു, പറയുകയാണ്, എൻ്റെ വിരുന്ന് തയ്യാറായിരിക്കുന്നു, എൻ്റെ കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിൻ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം, ഇത് എൻ്റെ മകൻ്റെ കല്യാണമാണ്, അതിനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറായിരിക്കുന്നു, നിങ്ങൾ വരുവിൻ എന്ന് വീണ്ടും മറ്റു ദാസന്മാരെ അയച്ച് അവരോട് പറയുകയാണ്. തുടർന്ന് വായിക്കുകയാണ്, അവർ അത് കൂട്ടാക്കാതെ ഒരുവൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുവൻ തൻ്റെ വ്യാപാരത്തിലും പോയി കളഞ്ഞു. അപ്പോൾ ഈ സന്ദേശം ലഭിച്ചവർ അവരുടേതാകുന്ന കാര്യങ്ങൾക്കായിട്ട് അവർ പോയി എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് ഈ ഉപമ പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമ്മെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം രാജാവിൻ്റെ ഈ വലിയ വിരുന്ന്, തൻ്റെ മകൻ്റെ കല്യാണ വിരുന്നിനെ കുറിച്ച് പറയുകയാണ്. നാം പലപ്പോഴും എത്ര പ്രാധാന്യം സ്വർഗരാജ്യത്തിന് നൽകാറുണ്ട്. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിന് ശേഷമുള്ള ഒരു ജീവിതം, നാം എന്നും ജീവിക്കുന്ന ഒരു വലിയ അവസ്ഥ, ആ സ്വർഗരാജ്യം, അതിലേക്ക് എത്രത്തോളം താല്പര്യവും അല്ലെങ്കിൽ അതിൽ പ്രവേശിക്കണം, അതിൽ പോകണം എന്ന് എത്രത്തോളം ചിന്തിക്കുവാൻ നമുക്ക് കഴിയാറുണ്ട്. പലപ്പോഴും ഈ വിളിക്കപ്പെട്ടവരുടെ അവസ്ഥയാണോ നമ്മുടെ ഓരോരുത്തരുടെയും? എന്താണ് അവർ അവരുടേതാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഈ രാജാവിൻ്റെ ക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകാതെ, രാജാവ് ഒരുക്കിയ വിരുന്നിന് വലിയ പ്രാധാന്യം നൽകാതെ അവർ പോകുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയുന്നത്. നാം തുറന്ന് വായിക്കുകയാണ്, ശേഷമുള്ളവർ എൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ ഈ ക്ഷണവുമായി അയച്ച ദാസന്മാരെ പിടിച്ച് അവരെ അപമാനിക്കുക മാത്രമല്ല, അവരെ കൊന്നുകളഞ്ഞു എന്ന് നാം ഇവിടെ കാണുകയാണ്. തുറന്ന് താഴോട്ട് നാം വായിക്കുമ്പോൾ 8-ാമത്തെ തിരുവചനത്തിൽ, പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണ വിരുന്നൊരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ അതിന് യോഗ്യരായില്ല. അപ്പോൾ രാജാവ് ഒരുക്കിയ വിവാഹം അതിൻ്റെ കൃത്യസമയത്ത് തന്നെ നടക്കണം, മകൻ്റെ വിവാഹം നടക്കണം, ആ വിരുന്നും സജ്ജമായിരിക്കുകയാണ്. അനേകർക്കതിൽ കടന്നു വന്ന്
ഭക്ഷിക്കുവാൻ ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ക്ഷണിക്കപ്പെട്ടവർക്ക് വരുവാൻ കഴിഞ്ഞില്ല. രാജാവ് പറയാണ്, അവർ അതിന് യോഗ്യന്മാരല്ല. അത് ഈ ഞാനൊരുക്കിയ ഈ വിരുന്നിൽ സംബന്ധിക്കുവാൻ വിമുഖത കാണിച്ച ഇവർ ഇതിന് യോഗ്യർ അല്ല എന്ന് രാജാവ് പറയുകയാണ്. ഇത് നാം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വിളികൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദൈവവിളി നാം സ്വീകരിക്കാതെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നാം പോവുകയാണെങ്കിൽ ഈ വിളി അവിടെ കൊണ്ട് അവസാനിക്കുകയില്ല. രാജാവ് തൻ്റെ മകൻ്റെ വിവാഹം കൃത്യസമയത്ത് തന്നെ നടത്തുന്നതും അതുപോലെ അതിനുള്ള വിരുന്ന് ഒരുക്കുന്നതും പോലെ തന്നെ വിളി നിരസിച്ചാൽ, നമുക്ക് ലഭിക്കുന്ന ദൈവവിളി നാം നിഷേധിച്ചാൽ, നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ വിളിയിൽ നിന്ന് അല്ലെങ്കിൽ ആ വലിയ പദവി നമുക്ക് എന്നേക്കും നഷ്ടമാകുമെന്നുകൂടി കർത്താവ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അടുത്ത തിരുവനന്തപുരത്ത് പറയുകയാണ്, ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്ഷണിക്കപ്പെട്ട പ്രാധാന്യമുള്ള മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാരോ അല്ലെങ്കിൽ അതുപോലെ മന്ത്രിമാരോ അതുപോലെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുള്ളവരോ വരുവാൻ അവർ വിമുഖത കാട്ടിയപ്പോൾ ഈ രാജാവ് പറയുകയാണ്, നിങ്ങൾ പോയി വഴിത്തലയ്ക്കൽ വഴിയിൽ കാണുന്നവരെയൊക്കെയും നിങ്ങൾ ക്ഷണിക്കുവാൻ തക്കോണം രാജാവ് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ ദാസന്മാർ പെരുവഴിയിലേക്ക് പോയി അവിടെ കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ അവരോട് പറയുകയാണ്, തെരുവീഥികളിൽ പോയി കാണുന്നവരെയൊക്കെ നിങ്ങൾ ഈ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കുക. അവർ അപ്രകാരം പോയി അവിടെ ചെന്ന് അവർ കണ്ടവരെന്ന് പറയുമ്പോൾ വഴിയരികിലുള്ളവർ അല്ലെങ്കിൽ അപ്രകാരമുള്ളവർ എങ്ങനെയുള്ളവരാണ്? അവിടെ കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ചെന്ന് ആളിൻ്റെ മുഖം നോക്കാതെ അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെയും ഈ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ വിളി നാം നിരസിച്ചാൽ ദൈവം മറ്റുള്ളവരെ അതിന് യോഗ്യതയില്ലാത്തവരെ വിളിച്ച് ആ വിരുന്നിൽ അവർക്കും പങ്കെടുക്കുവാൻ തക്കോളം അവസരം കൊടുക്കുമെന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ജീവിതയാത്രയിൽ നാം കേൾക്കാറുണ്ട്. എന്നാൽ ഈ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് ആ ശബ്ദത്തെ അനുസരിക്കാതെ നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. സ്വർഗരാജ്യത്തിലെത്തുവാനുള്ള ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള അല്ലെങ്കിൽ ആ രാജാവിനോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുവാനുള്ള പദവി നഷ്ടപ്പെട്ട വിളിക്കപ്പെട്ട അല്ലെങ്കിൽ ആ അതിഥികളെ പോലെ ദൈവത്തോടൊപ്പം ആയിരിക്കാനുള്ള അവസരവും നമുക്ക് നഷ്ടപ്പെടുകയാണ് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പലപ്പോഴും അതിന് യോഗ്യരല്ലാത്തവരെ, അതായത് മറ്റ് രാജ്യങ്ങളിലെ റെപ്രസെൻ്റ് ചെയ്യുന്നവരോ മന്ത്രിമാരോ അല്ലെങ്കിൽ സമൂഹത്തിലെ സ്ഥാനമാനങ്ങളുള്ളവരോ അല്ല, പിന്നെയോ പെരുവഴിയിൽ കണ്ടവരെയൊക്കെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവർ വന്ന് നാം വായിക്കുകയാണ്, വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഈ ഒരുക്കിയ വിരുന്ന് ഭക്ഷിക്കുവാൻ തക്കവണ്ണം അത് മുഴുവനും ആളുകളെ കൊണ്ട് വഴിവക്കിൽ കണ്ട അനേകർ നല്ലവരും ദുഷ്ടന്മാരുമായിരുന്നവരെ അവിടെ കൂട്ടിക്കൊണ്ടുവന്ന വിരുന്നിൽ അവരൊക്കെയും പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഇത് വലിയ സത്യം നമ്മെ മനസ്സിലാക്കുകയാണ്. കർത്താവ് പഠിപ്പിച്ച ഉപമ, ദൈവരാജ്യത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ ലോകത്തിൽ നാം വസിക്കുന്ന ഈ കാലയളവ് കഴിയുമ്പോൾ നാം മറ്റൊരു ജീവിതം നമുക്കുണ്ട് എന്നും അത് ദൈവത്തോടുകൂടി ആയിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവത്തിൻ്റെ വിളിയെ അനുസരിക്കുവാൻ കഴിയുന്നത്. ആ വിളി അനുസരിച്ച് കഴിയുമ്പോൾ ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതാണ് തുടർന്നുള്ള തിരുവചനത്തിൽ നാം വായിക്കുന്നത്. 11-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യത്തിൽ, വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നതെങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. നാം മനസ്സിലാക്കുക, ഈ വ്യക്തികളെയൊക്കെയും അവരെ ക്ഷണിച്ചവർ ഉടനെ വരികയാണ്. അവർ കല്യാണത്തിന് സംബന്ധിക്കുവാൻ ഒരുങ്ങിയിരുന്നവരല്ല, അല്ലെങ്കിൽ അവിടെ ക്ഷണിക്കപ്പെടുമെന്ന് കരുതിയവരുമല്ല. പിന്നെയോ അവർ പെരുവഴികളിൽ ആയിരുന്നവർ, ദുഷ്ടന്മാരും
നല്ലവരുമായിട്ടുള്ള ആളുകൾ മാത്രമായിരുന്നു. പക്ഷേ അവർ വരുമ്പോൾ എന്താണ്, രാജാവ് അകത്ത് കടന്നു വരുമ്പോൾ കല്യാണ വസ്ത്രമില്ലാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ അവിടെ കണ്ടു എന്ന് നാം വായിക്കുകയാണ്. അപ്പോൾ രാജാവ് ഒരുപക്ഷെ ഈ മുഷിഞ്ഞ വസ്ത്രവുമായി അല്ലെങ്കിൽ അപ്രകാരം തയ്യാറെടുക്കാത്ത വ്യക്തികൾക്ക് ആവശ്യമാകുന്ന വസ്ത്രമൊക്കെയും കൊടുത്തിട്ടുണ്ടാകാം. എന്തായിരുന്നാലും ഒരു വ്യക്തിയെ മുഷിഞ്ഞ വസ്ത്രവുമായി അവിടെ ഇരിക്കുന്നത് രാജാവ് കാണുകയാണ്. അപ്പോൾ ഈ വസ്ത്രം എന്ന് പറയുമ്പോൾ അത് നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ വിളി കേട്ടിരിക്കുന്ന, അതിന് യോഗ്യതകളില്ലാതിരിക്കുന്നവരായിരുന്നാൽ പോലും അവരുടെ ജീവിതത്തിൽ ആ വിളി കേട്ട് കഴിയുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകണം. വസ്ത്രം മറ്റു വസ്ത്രം ധരിക്കുന്നത് പോലെ നാം തിരുവചനം നാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. പഴയ സ്വഭാവം പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ് പുതിയ വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തിക്ക് തുല്യമായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുമ്പോൾ. രാജാവ് വരുമ്പോൾ ഒരു വ്യക്തി രാജവസ്ത്രമില്ലാതെ അല്ലെങ്കിൽ കല്യാണ വസ്ത്രം ധരിക്കാതെ അവിടെ ഇരിക്കുന്നത് കണ്ടു എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. നാം ഒരുപക്ഷെ കർത്താവിൻ്റെ വിളി കേട്ടവരാകാം, വിളി കേട്ട് കർത്താവിനെ അറിയുന്നവരാകാം. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നാം കർത്താവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ കല്യാണ വസ്ത്രം ധരിച്ച വ്യക്തിയെപ്പോലെ ജീവിതത്തിലെ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് പുതിയ മനുഷ്യൻ്റെ സ്വഭാവമുള്ളവരായി, ദൈവകൃപയിൽ നിറഞ്ഞവരായി, സത്യവും നീതിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം കഴിയുമ്പോഴാണ് കല്യാണ വസ്ത്രം ധരിച്ച മനുഷ്യനോട് സദൃശരായി നാം ഓരോരുത്തരും തീരുന്നത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഞാനും നിങ്ങളും കർത്താവിനെ അറിയുന്നവരാകാം, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് അവബോധമുള്ളവരാകാം, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരാകാം. പക്ഷേ ഇന്ന് നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം എങ്ങനെയുള്ളതാണ്? പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തോടു കൂടിയാണോ ഇന്ന് നാം ജീവിക്കുന്നത്? എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ വിരുന്നിൽ നാം സമ്മതിക്കുന്നുണ്ട്, വിരുന്നിലേക്ക് നാം വന്നു, എല്ലാം ശരിയാണ്. പക്ഷേ പഴയ മനുഷ്യൻ്റെ സ്വഭാവവുമായിട്ടാണോ ഇന്ന് ഈ രാജാവ് ഒരുക്കിയ വിരുന്നിലേക്ക് വന്നിരിക്കുന്നത്? നാം ശാന്തമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായിട്ടുണ്ടോ? നമ്മെ കാണുന്നവർ അപ്രകാരം ഒരുക്കമുള്ളവരായി നമ്മെ കാണുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഒരു രാജാവ് ഒരുക്കിയ വിരുന്ന് ഒരു സാധാരണ വിവാഹ വിരുന്നാണെങ്കിൽ പോലും നാം എത്രയോ അധികം അതിനുവേണ്ടി ഒരുങ്ങിയാണ് കടന്നു പോകുന്നത്. ആഴ്ചകൾക്ക് മുമ്പേ ഒരു പക്ഷേ ഇടേണ്ട വസ്ത്രങ്ങളെക്കുറിച്ചും ധരിക്കേണ്ട ആഭരണങ്ങളെക്കുറിച്ചും ഒരു ധാരണ നമുക്കുണ്ടാകും, എങ്ങനെ പോകണമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകും. അങ്ങനെ ഒരു വിവാഹത്തിൽ സംബന്ധിക്കുവാൻ കടന്നു പോകുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് അപ്രകാരം ഒരു ഒരുക്കമുണ്ടോ എന്നുകൂടി ശാന്തമായിട്ട് പരിശോധിക്കണം. ഈ വിരുന്നെന്ന് പറയുമ്പോൾ എല്ലാ ആഴ്ചയിലും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അതിനോട് തുല്യമായി നമുക്കിതിനെ കാണുവാൻ കഴിയും. അതെങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്? ഒരുക്കത്തോടു കൂടിയാണോ, അതോ വെറും അലസരായി മുഷിഞ്ഞ വസ്ത്രമിട്ടവരായി കടന്നു വന്ന് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന ഒരു വലിയ വിരുന്നായിട്ട് നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ അതിനെ സ്വീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടിയാണോ നമുക്ക് കടന്നു വരുവാൻ കഴിയാറുള്ളത് എന്നുകൂടി ശാന്തമായിട്ട് പരിശോധിക്കുക. ഇല്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകളും തുടർന്നുള്ള തിരുവചനത്തിൽ വായിക്കുകയാണ്. 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നതെങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി, അവന് മറുപടി പറയുവാൻ ഒന്നുമില്ല. ഈ രാജാവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവൻ വഴിമുട്ടിപ്പോയി, അവൻ്റെ വാക്ക് മുട്ടിപ്പോയി എന്ന് നമ്മുടെ കാണുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ അറിയുന്ന, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന, നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നാം കടന്നു വരുന്നത്. അവിടെ ഒരുക്കത്തോടുകൂടി വരുവാൻ കടന്നു പോകുന്നത് രാജാതി രാജാവാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ എങ്ങനെ കടന്നു പോകണം എന്നുകൂടി ഈ ഉപമ നമ്മെ പഠിപ്പിക്കുകയാണ്. ദേവാലയങ്ങളിലും ആരാധനകളിലും സംബന്ധിക്കുമ്പോൾ എപ്രകാരം ഒരുക്കത്തോടു കൂടിയാണ് നാം കടന്നു വരാറുള്ളത്? രാജാവ് അവിടെ വരുന്നതിന് മുമ്പ് നാം കടന്നു ചെല്ലാറുണ്ടോ? അവിടെ വരുമ്പോൾ എത്രത്തോളം ഒരുക്കം നമുക്കുണ്ട്? നമുക്കറിയാം, ഏത് രാജ്യത്തിലെയും രാജാവിനെ അല്ലെങ്കിൽ ആ രാജ്യം ഭരിക്കുന്നവരെ മായിട്ടൊരു അപ്പോയിൻമെൻറ്റ് നമുക്കുണ്ടെങ്കിൽ എങ്ങനെയാകും നാം അവരെ കാണുവാൻ തക്കോണം പോകുന്നത്?
തീർച്ചയായിട്ടും അതിനൊരു ഒരുക്കം നമുക്കുണ്ടാകും. നമ്മുടെ വസ്ത്രധാരണത്തിന് ഒരുക്കമുണ്ടാകും, നമ്മുടെ സമയനിഷ്ഠയ്ക്ക് ഒരു ഒരുക്കമുണ്ടാകും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ഒരുക്കത്തോടു കൂടി മാത്രമേ അപ്രകാരം പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തികളെ കാണുവാൻ നാം പോകാറുള്ളൂ. അങ്ങനെ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുകൂടി നാം പരിശോധിക്കുക. വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്, ദൈവ ആലയങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നാം കടന്നു പോകുന്നത്. അപ്രകാരം ഒരുക്കത്തോടുകൂടി കടന്നു പോകുവാൻ നാം ആരുമായിട്ടാണ് അപ്പോയിൻമെൻ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്രകാരം ഒരുക്കത്തോട് കടന്നു പോകാൻ കൊണ്ട് നമുക്ക് കഴിയണം. ആ ഒരുക്കമില്ലായ്മ കടന്നു വന്ന അല്ലെങ്കിൽ കടന്നു വരാൻ കഴിയാത്ത വ്യക്തികളെപ്പോലെ തന്നെ അവർക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കും. കാരണം തുടർന്ന് നാം വായിക്കുകയാണ്, രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുക്കമില്ലാതെ വന്ന വ്യക്തിയെ കണ്ടുകൊണ്ട് ശുശ്രൂഷക്കാരോട് പറയുകയാണ്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവിൻ. അപ്പോൾ ഒരുക്കമില്ലാതെ വന്ന വ്യക്തിയെയും അവിടെ നിന്ന് നീക്കപ്പെടുന്നതായിട്ട്, അവന് ഏകാന്തതയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് അവനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് എന്താണ്? കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുക, നരകത്തിലേക്ക് എറിഞ്ഞു കളയുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുന്നതായിട്ട് ആണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് രാജാവ് വിളിച്ചിട്ട് ആ വിളി ഗൗരവമായി എടുക്കാതെ അത് ലാഘവത്തോടെ എടുത്ത് തങ്ങളുടേതാകുന്ന വ്യക്തിപരമാകുന്ന കാര്യങ്ങളിലേക്ക് പോയ ആ അതിഥികളെ കാണുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്. നാം അത് വായിക്കുന്നു, 7-ാമത്തെ വാക്യം. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച കൊലപാതകികളെ നശിപ്പിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. രാജാവ് അയച്ച ഭൃത്യന്മാരെ കൊല്ലുന്ന അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ ആ വ്യക്തികളെ രാജാവ് നശിപ്പിച്ച് പട്ടണം ചുട്ടുകളയുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. അപ്പോൾ രാജാവ് വിളിച്ച അതിഥികൾ ആ വിളി കേൾക്കാതെയും ഭൃത്യന്മാരെ പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരെ നശിപ്പിച്ചതുപോലെ തന്നെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഈ വ്യക്തി അവൻ ഒരുക്കമില്ലാത്തതിനാകയാൽ എന്ന് പറയുമ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാതെ വന്നതിനോട് തുല്യമായിട്ട് കർത്താവ് ഇവിടെ പ്രതിപാദിക്കുകയാണ്. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, നാം കർത്താവിനെ അറിയുന്നുണ്ട്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിൻ്റെ സന്നിധി വരുന്നുണ്ട്, എല്ലാം നല്ലത് തന്നെ. പക്ഷേ എത്രത്തോളം ഒരുക്കം നമുക്കുണ്ട്? നാം ആരുടെ സന്നിധിയിലേക്കാണ് കടന്നു വരുന്നത്? തിരുവചനം പഠിക്കുമ്പോൾ ദൈവത്തെ കണ്ടവർ വളരെ ചുരുക്കം, ദൈവത്തെ മുഖാമുഖം കണ്ടവർ ആരും തന്നെയില്ല. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ള ഓരോരുത്തരും മുഖം പൊത്തി അവർ നിലത്ത് വീഴുന്നതായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാവ് ദൈവത്തെ ദർശിക്കുമ്പോൾ നമ്മോട് വായിക്കുകയാണ്, അവന് നോക്കുവാൻ പോലും കഴിയാതെ യെശയ്യാവ് കണ്ണുകൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവചനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുകയാണ്, ഉസ്സിയ രാജാവ് മരിച്ച വർഷം യഹോവ ഉയർന്നതും ഉയർത്തപ്പെട്ടതുമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾ ആലയത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവൻ മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. ഒരുവൻ മറ്റൊരുവനോട്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ വാതിലുള്ള കട്ടിളപ്പടികൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. എൻ്റെ കണ്ണുകൾ സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യെശയ്യാവ് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ പറയുകയാണ്, എനിക്കയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ ഉള്ളതുവണ്ണം തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തെ കണ്ടെത്തിയ വ്യക്തിക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ അതുവരെയും യെശയ്യാവ് ഈ ജനത്തിന് ദുരിതം എന്ന് പറഞ്ഞ യെശയ്യാവ് അപ്പോൾ പറയാണ്, അയ്യോ എനിക്ക് ദുരിതം, എനിക്ക് കഷ്ടം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ വാസ്തവമായും കണ്ടുമുട്ടുമ്പോൾ നമുക്കുണ്ടാകേണ്ട അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അങ്ങനെ അനേക ദൈവത്തിൻ്റെ ദാസൻ മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായിരിക്കാൽ ഇട്ടിരിക്കുന്ന പാദരക്ഷ മാറ്റുവാൻ തക്കവണ്ണം ദൈവം അവനോട് ആവശ്യപ്പെടുകയാണ്.
അങ്ങനെ ദൈവമായിരിക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം, ദൈവമായിരിക്കുന്ന ആ സ്ഥലം വിശുദ്ധമായി സൂക്ഷിക്കുവാനും അവിടെ നാം വരുമ്പോൾ എങ്ങനെ വരണമെന്നൊക്കെയും ഈ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വിളി ഒരുപക്ഷെ നാം കേട്ടിട്ടുണ്ടാകാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വരുന്നവരാകാം. പക്ഷേ എത്രത്തോളം ഒരുക്കത്തോടു കൂടിയാണ് നാം വരാറുള്ളത്? ആ ഒരുക്കമില്ലായ്മ അത് നമ്മളെ പ്രയാസങ്ങളിലേക്ക് നയിക്കുമെന്ന് കൂടി ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, വിളിക്കപ്പെട്ടവർ അനേകരാകുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ. വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. അവരുടെ യോഗ്യതകൾ പോലും കണക്കിടാതെ ദുഷ്ടരും നല്ലവരുമായിട്ടുള്ളവരെ ഈ തെരുവീഥികളിൽ നിന്നും വിളിച്ചതുകൊണ്ടായില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകരാകുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ. ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ് എന്ന് പറയുമ്പോൾ അപ്രകാരം ഒരുക്കമുള്ളവരായി കല്യാണ വസ്ത്രം ധരിക്കുന്നവർക്ക് മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ കാണുവാൻ തക്കവണ്ണം ഉള്ള യോഗ്യത ലഭിക്കുകയുള്ളൂ എന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിനെ അറിയുന്നവരാകാം, കർത്താവിൽ വിശ്വസിക്കുന്നവരാകാം, ദൈവാരാധനകളിൽ സംബന്ധിക്കുന്നവരാകാം, എല്ലാം ശരിയാകാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം, വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാൻ അത്രേ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. വിശുദ്ധിയുടെ പ്രതീകമാണ് കല്യാണ വസ്ത്രം. ആ വിശുദ്ധിയിലേക്ക് വളരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ ഇന്നും നമ്മുടെ പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തോടു കൂടി നമ്മളിലുള്ള പകയും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഭിന്നതയും അസൂയയും കലഹവും ഒക്കെയും ഉള്ളവരായിട്ടാണോ ഇന്ന് നാം മുമ്പോട്ട് പോകേണ്ടത് എന്ന് നാം പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ ഒരു പുതിയൊരു മാറ്റം നമ്മളിൽ ഉണ്ടാകട്ടെ. നാമും ആ വിളിക്കപ്പെട്ടവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് വരുവാൻ, ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.